നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ തകർപ്പൻ പ്രകടനത്തോടെ യുവതാരം അഭിഷേക് ശർമ്മ ഇന്ത്യയുടെ ഓപ്പണിംഗ് റോള് ഭദ്രമാക്കിയപ്പോൾ അടുത്ത പരമ്പരയിൽ പങ്കാളിയായി ആരെ കളിപ്പിക്കും എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ഇംഗ്ലണ്ടിനെതിരെ ഓപ്പണിംഗിൽ തികഞ്ഞ പരാജയമായിരുന്നു. 5 മത്സരങ്ങളിൽ നിന്നും വെറും 51 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. ഇതോടെ വരാനിരിക്കുന്ന T20 പരമ്പരകളിൽ സഞ്ജുവിന് ടീമിൽ സ്ഥാനം ലഭിക്കുമോ എന്ന കാര്യം പോലും സംശയത്തിലാണ്. ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ എന്നിവർ അടുത്ത പരമ്പരയിൽ ടീമിലേക്ക് മടങ്ങിയെത്തിയേക്കുമെന്നാണ് വിവരം. അങ്ങനെ വന്നാൽ അഭിഷേകിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി ഈ 3 പേരിൽ ആരെയാണ് കളിപ്പിക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറായ ആകാശ് ചോപ്ര. സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സൗത്ത് ആഫ്രിക്കയുമായുള്ള T20 പരമ്പര അവസാനിക്കുകയും ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയും ചെയ്ത സമയത്ത് സഞ്ജു സാംസൺ ഓപ്പണിംഗിൽ സ്ഥാനം ഉറപ്പിച്ചെന്നായിരുന്നു ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. കാരണം 3 സെഞ്ചുറികളാണ് 2 T20 പരമ്പരകൾക്കിടെ സഞ്ജു സ്കോർ ചെയ്തത്. ഒന്ന് ബംഗ്ലാദേശിനെതിരെ ആയിരുന്നുവെങ്കിൽ 2 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ആയിരുന്നുവെന്നും ആകാശ് ചോപ്ര പറയുന്നു. അഭിഷേക് ശർമ്മയായിരുന്നു ഈ 2 T20 പരമ്പരകളിലും സഞ്ജുവിന്റെ ഓപ്പണിംഗ് പങ്കാളി. സിംബാബ്വേയുമായുള്ള T20 പരമ്പരയിൽ സെഞ്ചുറി നേടിയതിനു ശേഷം അഭിഷേകിന്റെ ഫോം അല്പം താഴേക്കായിരുന്നു. അഭിഷേക് കഴിവുറ്റ താരമാണ്, പ്രതീക്ഷയും നൽകിയിരുന്നു. പക്ഷേ പ്രകടനത്തിൽ സ്ഥിരതയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യശസ്വി ജയ്സ്വാൾ തിരിച്ചെത്തിയാൽ T20 സ്ഥാനം നഷ്ടമാകുമെന്നും ആ സമയത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അങ്ങനെ പറഞ്ഞവരിൽ താൻ ഉണ്ടായിരുന്നുവെന്നും ചോപ്ര വിശദമാക്കി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ സിംബാബ്വേയുമായുള്ള T20 പരമ്പരയിലൂടെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അഭിഷേക് ശർമ്മ അരങ്ങേറിയത്. 47 പന്തിൽ 100 റൺസുമായി അന്ന് താരം വരവറിയിക്കുകയും ചെയ്തു. ഈ സെഞ്ചുറി കൂടാതെ കഴിഞ്ഞ വർഷം കളിച്ച 10 T20 ഇന്നിംഗ്സുകളിൽ നിന്നും 15.60 ശരാശരിയിൽ വെറും 186 റൺസ് മാത്രമേ അഭിഷേക് സ്കോർ ചെയ്തിരുന്നുള്ളൂ. ഇതോടെ ടീമിൽ നിന്നും താരം പുറത്താകലിന്റെ വക്കിലുമെത്തി. എന്നാൽ ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ ഓരോ സെഞ്ചുറിയും 50യും അടക്കം 279 റൺസ് വാരിക്കൂട്ടിയ അഭിഷേക് ശക്തമായ തിരിച്ചുവരവായിരുന്നു നടത്തിയിരുന്നത്. ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ തിളങ്ങാനായില്ല എന്ന കാരണം കൊണ്ട് മാത്രം ഇന്ത്യൻ T20 ടീമിന്റെ ഓപ്പണർ സ്ഥാനത്ത് നിന്ന് സഞ്ജു സാംസണെ മാറ്റരുത് എന്നാണ് ആകാശ് ചോപ്രയുടെ അഭിപ്രായം. ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയ്ക്ക് മുൻപ് സഞ്ജു സാംസൺ ആയിരുന്നു സ്ഥാനം ഉറപ്പിച്ചതെങ്കിൽ ഇപ്പോൾ അതാകെ മാറി. അഭിഷേക് ശർമ്മയാണ് ഇപ്പോൾ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചയാൾ. അഭിഷേകിനൊപ്പം ആരെന്നതാണ് ഇനിയുള്ള ചോദ്യം. കാത്തിരുന്ന് കാണാമെന്നാണ് ആകാശ് ചോപ്ര പറയുന്നത്. സഞ്ജുവിന് തീർച്ചയായും ടീമിൽ ഇനിയും അവസരങ്ങൾ നൽകണം. കാരണം T20യിൽ 3 സെഞ്ചുറികൾ നേടുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അദ്ദേഹം അതിന് സാധിക്കുകയും ചെയ്തിട്ടുള്ള ബാറ്ററാണ്. ഒരുപാട് ശേഷി സഞ്ജുവിനുണ്ട് എന്നതാണ് ഇതിന്റെ അർത്ഥമെന്നും ചോപ്ര വിലയിരുത്തുകയുണ്ടായി. വേഗമേറിയ ഷോർട്ട് ബോളുകൾ സഞ്ജുവിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ 5 തവണയും ഈ ബോളുകളിൽ അദ്ദേഹം പുറത്താവുകയും ചെയ്തു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആരെങ്കിലും 3 സെഞ്ചുറികൾ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ അല്പം ബഹുമാനിക്കണമെന്നും കൂടുതൽ അവസരങ്ങളും നൽകണമെന്നുമാണ് ചോപ്ര കൂട്ടിച്ചേർത്തിരിക്കുന്നത്.